നടക്കാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ ഇംഗ്ലീഷ് വീഡിയോ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ചാപ്റ്ററായ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ഒരു ബയോഗ്രഫിയാണ്. കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയ ഒരു ബയോഗ്രഫി, സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റി എഴുതിയ ഒരു ബയോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. നമുക്ക് നോക്കാം. ആദ്യം കോക്കറോഫ്റ്റ് ലെക്ചർ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റിയാണ്. ആരാണ് സ്റ്റീഫൻ ഹോക്കിൻസ്? ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. ഹീസ് എ ലൊക്കേഷ്യൻ പ്രൊഫസർ, ഫിസിക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ പറ്റി കൂടുതലായി നമുക്ക് പഠിക്കാം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. അദ്ദേഹത്തിന്റെ ജനനമാണ് പറയുന്നത് January 8, 1942 in Oxford, England. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റി, ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. It was exactly 300 years after the death of Galileo, the father of modern science. ആധുനിക സയൻസിന്റെ പിതാവായ ഗലീലിയോ മരിച്ച് കൃത്യം 300 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആര് ജനിച്ചത്? സ്റ്റീഫൻ ഹോക്കിൻസ് ജനിച്ചത്. മറ്റൊരു ശാസ്ത്രജ്ഞനായി അല്ലെ. അപ്പൊ അതൊരു കോയിൻസിഡൻസ് ആണ്. Frank and Isabel Hawking, Stephen's parents, were not wealthy, but they believed in the value of education. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു ചെറിയ പാരഗ്രാഫ് സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റി എഴുതുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതുക. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളെ പറ്റി ഒരു ചെറിയ ലഘുലേഖ തയ്യാറാക്കാൻ പറയുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ മെൻഷൻ ചെയ്തു വെക്കണം. ഇംപ്രൂവ്മെന്റുകാർക്കും ഉപകാരപ്പെടും, +1 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്പെടും. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. അപ്പൊ ആരായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസിന്റെ പേരൻസ്? ഫ്രാങ്ക് ഹോക്കിംഗ് ആൻഡ് ഇസബൽ ഹോക്കിംഗ് were not wealthy. അവർ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നില്ല. But they believed in the value of education. അതാണ് ഒരു അച്ഛൻ അമ്മമാർക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവന് നൽകാവുന്ന വിദ്യാഭ്യാസമാണ്. So they planned for Stephen to go to വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് പോകാൻ. എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹാർട്ട് ഓഫ് ലണ്ടൻ. ലണ്ടൻ നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിലേക്ക് പോകാനായിട്ട് സ്റ്റീഫൻ ഹോക്കിൻസിനെ നിർബന്ധിക്കുന്നു. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ടൈമിൽ, വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ടൈമിൽ സ്റ്റീഫൻ ഹോക്കിൻസിന് സുഖമില്ലാതെയാവുകയും എക്സാം എഴുതാൻ കഴിയാതെ ആവുകയും ചെയ്യുന്നു. Therefore, he attended the local St. Albans School. അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിൻസിന് തൊട്ടടുത്തുള്ള സെയിന്റ് ആൽബൻ സ്കൂളിൽ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തേണ്ടി വന്നു. സെയിന്റ് ആൽബൻ സ്കൂൾ. By the time he was 8, he was thinking seriously about becoming a scientist. അല്ലെ, നമ്മളൊക്കെ കപ്പലണ്ടി മിഠായി വാങ്ങണോ അല്ലെ, ഐസ്ക്രീം വാങ്ങണോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിൻസ് താൻ ഒരു സയന്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചു. Frank Hawking encouraged his son to follow him into medicine, but Stephen found biology too imprecise. സ്റ്റീഫൻ ഹോക്കിൻസിന് സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ് മകനോട് പറഞ്ഞു, നീ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കൂ, മെഡിസിൻ പഠിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റീഫൻ ഹോക്കിൻസിന് ബയോളജി ഇംപ്രിസൈസ് ആയിട്ടാണ് തോന്നിയത്. സ്ഥിരതയില്ലാത്ത ഒരു സയൻസ് വിഭാഗമായിട്ടാണ് തോന്നിയത്. കാരണം സയൻസിൽ, ബയോളജിയിൽ ഇന്ന് പറയും ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, 10 വർഷങ്ങൾക്ക് ശേഷം പറയും ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചു, വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ പറയും ഈ കണ്ടുപിടിച്ച മരുന്ന് ഈ അസുഖത്തിന് പറ്റിയ മരുന്നല്ല, അത് ഉപയോഗിച്ചത് തെറ്റായി പോയി. സോ സ്റ്റീഫൻ ഹോക്കിൻസിന് തോന്നി ബയോളജി, മെഡിസിൻ ഇംപ്രിസൈസ് ആണ്. He wanted a subject in which he could look for exact answers and get into the root of things. സ്റ്റീഫൻ ഹോക്കിൻസിന് വേണ്ടത്
കൃത്യമായ ഉത്തരം നൽകുന്ന, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു. യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിജി. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള, ചെറുപ്പം മുതലേ ഒരുപാട് പഠിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥിയാകും സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന്. തീർച്ചയായും അല്ല. ഹി വാസ് നോ പ്രൊഡിജി. പ്രൊഡിജി എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഭാശാലി എന്നാണ്. പ്രൊഡിജി ഓർത്തു വെക്കുക. PRODIGY, prodigy. That means gifted child. അയാൾ ഒരു മിടുക്കനായ വിദ്യാർത്ഥി ആയിരുന്നില്ല. നോ പ്രൊഡിജി. He was just an ordinary English school boy. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥി. Slow in learning to read. വായിക്കാൻ പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ പിന്നിലായിരുന്നു. His handwriting, the despair of his teachers. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ അദ്ദേഹത്തിന് ടീച്ചേഴ്സിന് നെടുവേർപ്പെടുമായിരുന്നു. കാരണം അത്രയും മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. He was ranked no more than halfway up in his class. അതായത് ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട് എന്ന് വെക്കുക. അത് 25-ാമത്തെയോ 26-ാമത്തെയോ റാങ്കുകാരനായിരുന്നു ആര്? സ്റ്റീഫൻ ഹോക്കിൻസ്. Though he now says in his own defense it was a very bright class. ഇപ്പോൾ അദ്ദേഹത്തോട് തന്റെ ചെറുപ്പകാലത്തെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസ് ഇങ്ങനെ ഉത്തരം പറയാറുണ്ട്: എന്റെ ക്ലാസ് ഒരു ബ്രൈറ്റ് ക്ലാസ് ആയിരുന്നു, ഒരുപാട് മിടുക്കന്മാരുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് എന്റെ റാങ്ക് 25 ആയത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ 1-2 റാങ്ക് ഒക്കെ മേടിക്കുന്നത് അവരുടെ ക്ലാസ്സിലൊന്നും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അവരൊക്കെ മൂക്കില്ല രാജ്യത്തെ മുറുമൂക്കൻ രാജാവാണ്. പക്ഷെ ഞാൻ പഠിച്ച ക്ലാസ്സിലെ 50 കുട്ടികളും മിടുക്കന്മാരാണ്, അതുകൊണ്ട് എനിക്ക് 25-ാമത്തെ റാങ്ക് കിട്ടി എന്ന് തടി തപ്പാനായി സ്റ്റീഫൻ ഹോക്കിൻസ് ഇപ്പൊ പറയാറുണ്ട്. At 14 വയസ്സുള്ളപ്പോ സ്റ്റീഫൻ knew that he would pursue mathematics and physics. അപ്പൊ മുമ്പേ പറഞ്ഞല്ലോ, മെഡിസിൻ ഇംപ്രിസൈസ് ആണ്, അതുകൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന സയൻസ് ആണ് സ്റ്റീഫൻ ഹോക്കിൻസിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് സെലക്ട് ചെയ്തു? മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. His father called this impractical, for there were no jobs in mathematics except teaching. അന്നത്തെ കാലത്ത് മാത്തമാറ്റിക്സ് പഠിച്ചാൽ കിട്ടാവുന്ന ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് അധ്യാപകൻ ആകുക എന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് അച്ഛന് പറഞ്ഞു, നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്. Moreover, he wanted his son to attend his own college, and Oxford offered no mathematics. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ അച്ഛനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്, അതുകൊണ്ട് തന്നെ തന്റെ മകനെയും എവിടെ പഠിപ്പിക്കണം? ഓക്സ്ഫോർഡിൽ അയച്ച് പഠിപ്പിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഓക്സ്ഫോർഡിൽ എന്തില്ല? മാത്തമാറ്റിക്സ് പഠിക്കാനായി ഇല്ല. He followed his father's advice and studied chemistry, physics and only a little mathematics in preparation for the entrance into Oxford. കുറച്ച് കെമിസ്ട്രി, കുറച്ച് ഫിസിക്സ്, കുറച്ച് മാത്തമാറ്റിക്സ് പഠിച്ച് ഓക്സ്ഫോർഡിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അദ്ദേഹം എഴുതി. He did well in physics and the interview was brilliantly accepted. അദ്ദേഹം ഫിസിക്സ് നന്നായി പഠിച്ചു, അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നന്നായി പെർഫോം ചെയ്യാനായിട്ട് യങ് സ്റ്റീഫൻ ഹോക്കിൻസിന് എന്ത് ചെയ്തു? സാധിച്ചു. In 1959, at the age of 17, 1959, അപ്പോ നമ്മൾ ഓർത്തു വെച്ചോണം വർഷങ്ങളൊക്കെ. അദ്ദേഹം ജനിച്ചത് 1942 ദെൻ സെയിന്റ് ആൽബൻസ് സ്കൂളിൽ പഠിച്ചു. 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എന്താവാനായി? 8 വയസ്സുള്ളപ്പോൾ സയന്റിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. 14 വയസ്സുള്ളപ്പോൾ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിക്കുന്നു. 1959, at the age of 17, 17 വയസ്സുള്ളപ്പോൾ Hawking went to Oxford to study natural science and to specialize in physics. ഫിസിക്സ് മെയിൻ ആയി പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു. He joined the University College, his father's college, and the oldest at Oxford, founded in 1249 AD. 1249 AD സ്ഥാപിച്ച ഓക്സ്ഫോർഡിലേക്ക് ഫിസിക്സ് പഠിക്കാനായി സ്റ്റീഫൻ ഹോക്കിൻസ് വീട്ടിൽ നിന്നും യാത്രയാകുന്നു. Nevertheless,
For about a year and a half, Hawking was lonely and bored. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ ആദ്യത്തെ ഒരു 1.5 കൊല്ലം സ്റ്റീഫൻ ഹോക്കിൻസിന് ഓക്സ്ഫോർഡ് അത്ര സുഖമുള്ള ഓർമ്മയായിരുന്നില്ല. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. പുതിയൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നന്നായി ബുദ്ധിമുട്ടും. He joined University College, ഫാദർ ഓക്സ്ഫോർഡ് അല്ലെ, അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് എവിടേക്ക് വന്നത്, ഓക്സ്ഫോർഡിലേക്ക് വന്നത്. He was not inspired to relieve his boredom by exerting himself academically. ബോറടി മാറ്റാൻ വേണ്ടി അക്കാഡമിക്കലി ഇംപ്രൂവ് ആകാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. But halfway through his second year, he began enjoying Oxford. എന്നാൽ 1.5 വർഷങ്ങൾക്ക് ശേഷം, രണ്ടാമത്തെ വർഷത്തിന്റെ പകുതി മുതൽ ഓക്സ്ഫോർഡ് അദ്ദേഹം എൻജോയ് ചെയ്യാനായി തുടങ്ങി. He became popular and well accepted among his peers. സുഹൃത്തുക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വിദ്യാർത്ഥിയായി അദ്ദേഹം മാറി. They remember him as lively, നല്ല എനർജറ്റിക് ആയിട്ടുള്ള, beyond and adaptable, ഏത് സാഹചര്യവുമായും ഒത്തിണങ്ങി പോകുന്ന ഒരു വിദ്യാർത്ഥിയായി സ്റ്റീഫൻ ഹോക്കിൻസ് മാറി. He wore his hair long. നമ്മുടെ ധോണിയെ പോലെയൊക്കെ മുടി നീട്ടി വളർത്തിയ ആളായിരുന്നു അന്ന് അദ്ദേഹം. Was famous for his wit. ബുദ്ധിപരമായി സംസാരിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. Like the classical music നന്നായി അദ്ദേഹം പാടുമായിരുന്നു. And science fiction, നന്നായി ബുക്കുകൾ വായിക്കുമായിരുന്നു. And took part in sports. Even സ്പോർട്സിൽ പോലും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. However, at the end of the 3rd year, Hawking almost flaunted. 3rd year ആയപ്പോ സ്റ്റീഫൻ ഹോക്കിൻസ് ആകെ ചിന്താക്കുഴപ്പത്തിലായി. ചിന്താക്കുഴപ്പത്തിലായി. He selected theoretical physics as his specialty. മെയിൻ ആയിട്ട് തിയററ്റിക്കൽ ഫിസിക്സ് പഠിക്കാൻ അദ്ദേഹം തുടങ്ങി. He had then applied it to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD ചെയ്യാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. Hawking was confident that he could get through successfully. ഹോക്കിംഗ് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പരീക്ഷകളൊക്കെ മിടുക്കനായി എഴുതാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പരീക്ഷ എഴുതി. But as the examination day approached, his confidence failed. പക്ഷേ പരീക്ഷാ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു. Hawking ended up disastrously on the borderline between a first and a second. ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഇടയിലുള്ള ഒരു മാർക്കിലാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എത്തിയത്. അപ്പോൾ കേംബ്രിഡ്ജിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം. അതുവരെ ഈ 2 വീഡിയോകളും നന്നായി കാണുക, പഠിക്കുക. സ്റ്റീഫൻ ഹോക്കിൻസിനെ പറ്റി ഒരു ബയോഗ്രഫി തയ്യാറാക്കി വെക്കുക. ഒരു ചെറിയ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 8 മാർക്കിന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബയോഗ്രഫി തയ്യാറാക്കി സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.